നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മാർച്ച് മാസത്തിലും തുടർന്നുള്ള മാസങ്ങളിലും നിങ്ങൾക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ്. ഇപ്പോഴും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ അടുത്ത മാസം മുതൽ മുടങ്ങുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് 50 രൂപ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധിക്കും. നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് പറയാറുണ്ട്, എനിക്ക് വരുമാനമൊന്നുമില്ല, ഞാൻ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. വരുമാനമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതുപോലെ തന്നെ മറ്റ് ചില വരുമാനമുള്ള ആളുകളുണ്ട്, കുറച്ച് വരുമാനമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയുമായി നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസത്തിനകം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ നിങ്ങളുടെ പെൻഷൻ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. ഇങ്ങനെ വിധവാ പെൻഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂല്യമുണ്ട്. വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ളൊരു സത്യാമൂല്യമാണിത്. ഈ സത്യാമൂല്യം നിങ്ങൾ എല്ലാ വർഷവും നൽകണം. അത് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ നൽകുക. ഇത് 60 വയസ്സ് വരെയുള്ള ആളുകളാണ് നൽകേണ്ടത്. എന്നാൽ പല ആളുകൾക്കും പെൻഷൻ മുടങ്ങുന്നൊരു കാരണം നമ്മൾ നോക്കാം. അവരുടെ കണക്കനുസരിച്ച് ചിലപ്പോൾ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ ഈ പ്രാവശ്യം നൽകിയിട്ടില്ല എന്ന് പറയും. പക്ഷേ അവർ കൊടുത്ത രേഖയിൽ അവർക്ക് 60 വയസ്സ് ചിലപ്പോൾ ആയിട്ടുണ്ടാകില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അന്ന് കൊടുത്ത രേഖയിൽ നമുക്ക് എന്നാണോ 60 വയസ്സ് തികയുന്നത്, ആ 60 വയസ്സ് തികയുന്ന ആ ഒരു വർഷം വരെയും നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു സത്യാമൂല്യം നൽകിയിരിക്കണം. അല്ലാത്ത വർഷം പിന്നീട് തുടർന്ന് അവർക്കും പെൻഷൻ മുടങ്ങുന്നതാണ്. ഈ ഒരു സമയങ്ങളിൽ മാർച്ച് മാസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ അതല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏപ്രിൽ മാസമായി കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളുടെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ്. ആ സമയത്തിന് ശേഷം പിന്നീട് കുട്ടികളുടെ അഡ്മിഷൻ, അത് കഴിഞ്ഞ് കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. ഈ തിരക്കിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നീട് സുഖമായിരിക്കും. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈനായി ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. ഇൻഫർമേഷൻ മീഡിയയുടെ ചാനൽ വാട്സപ്പുമായി ബന്ധപ്പെടണമെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ മാസം 29 രൂപയുടെ ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.